കോഴിക്കോട് കുറ്റ്യാടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടെ പാഞ്ഞെടുത്ത് കാട്ടാന. പ്രദേശവാസികൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് കാട്ടാന ആക്രമണമുണ്ടായത്. ആളുകൾ ഓടി രക്ഷപ്പെട്ടു. ജനവാസ മേഖലയിൽ ആനയിറങ്ങിയിട്ടും വനംവകുപ്പ് മയക്കുവെടി വെക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ചൂരണിയിൽ വനംവകുപ്പിന്റെ വാഹനവും തടഞ്ഞിരുന്നു. പ്രദേശത്തുള്ള വീട്ടിലെത്തിയ കാട്ടാന കസേരകൾ ഉൾപ്പെടെ തകർത്തിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചു. അദ്ദേഹം പറഞ്ഞത് ആനയെ നാളെ രാവിലെയാണ് ഡോക്ടർ വന്ന് ബന്ധവസാക്കുന്നത്. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദഗോപാൽ, ഇതിപ്പോൾ ആശങ്ക കൂട്ടുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാട്ടാന ഇങ്ങനെ ആക്രമിക്കാനായി വരികയാണ്. വനംവകുപ്പ് എന്ത് നിലപാടിലെത്തിയിരിക്കുന്നു? അതായത് കുറെ അധികം ദിവസമായി ഈ കാട്ടാനക്കുട്ടിയുടെ ശല്യം ഇവിടെ തുടരുകയാണ്. ഇതിൽ വനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഈ കാട്ടാനക്കുട്ടിയെ മയക്കുവെടി വെച്ച് പിടികൂടും എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി ഇതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളായിരുന്നു കഴിഞ്ഞ കുറെ ദിവസമായി നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ വനംവകുപ്പ് നിരന്തരം പറഞ്ഞത് ഈ കാട്ടാനക്കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് ഉൾവനത്തിലേക്ക് പോയി. ശക്തമായ മഴയായത് കാരണം വനത്തിനകത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ജനവാസ മേഖലയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും ഈ കുട്ടിയാനയെ കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പല മേഖലകളിലും വീടുകളിൽ എത്തിയ ശേഷം അവിടെയുള്ള ഇരുചക്ര വാഹനമൊക്കെ തകർക്കുകയും ഇന്ന് രാവിലെ ജനവാസ മേഖലയിൽ ഒരു വീട്ടിലെത്തി അവിടെയുള്ള കസേരകളൊക്കെ തകർത്ത് പ്രദേശത്തൊക്കെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ പ്രദേശവാസികൾ ഈ വിവരം വനംവകുപ്പിനെ അറിയിച്ചിട്ടും ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ വേണ്ട ഒരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതിന്റെ ഭാഗമായി ഇവർ വനംവകുപ്പിന്റെ വാഹനം തടഞ്ഞ ഇവിടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചൂരണി ഭാഗത്താണ് പ്രതിഷേധം നടക്കുന്നത്. അതൊരു ജനവാസ മേഖലയാണ്. നിരവധി ആളുകളുള്ള പ്രദേശമാണ്. ഇവിടെ വെച്ചാണ് ഈ ആളുകൾ, ഇവിടെയുള്ള പ്രദേശവാസിയായ മനോജ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് വേണ്ടി ഒരു പ്രതികരണം മൊബൈലിൽ ഇങ്ങനെ പകർത്തുന്നത്. ഇത് പകർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ കാട്ടാനക്കുട്ടി ഇവരുടെ നേരെ ഓടിയെത്തുന്നത്. ഈ ആനക്കുട്ടി ആളുകളെ കണ്ടാൽ പെട്ടെന്ന് ആക്രമിക്കും. ആളുകളുടെ പിന്നാലെ ഇത് ഓടിയടുക്കുകയാണ് ചെയ്യുക. ഓടിക്കഴിഞ്ഞാൽ ആനക്കുട്ടിയെ ആളുകളെ തട്ടി താഴെ ഇടുകയും ഇങ്ങനെ നിരവധി ആളുകൾക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ വളരെയധികം വ്യക്തമാണ് ഇവിടെയുള്ള ആളുകൾക്ക് നേരെ ഈ കുട്ടിയാന ഓടി അടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ആനക്കുട്ടിയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പിടികൂടി കൊണ്ടുപോകണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കാട്ടാനക്കുട്ടിയുടെ തള്ളയാന ഒരു മാസം മുൻപ് ചെരിഞ്ഞു പോയതാണ്. അതുകൊണ്ട് ഇതിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന വെപ്രാളത്തിലാണ് ഈ ആനക്കുട്ടി ഇങ്ങനെ ഒരു ആക്രമണ സ്വഭാവം കാട്ടുന്നത് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഒപ്പം തന്നെ ഇതിനെ പിടികൂടുന്നതിനായി കുങ്കിയാനയുടെ ആവശ്യമില്ല എന്നുള്ളതും വനംവകുപ്പ് പറയുന്നു. അതായത് ഇതൊരു ചെറിയ കുട്ടിയാനയാണ്. ചെറിയ തോതിൽ ഒരു മയക്കുപിടി നൽകിയ ശേഷം ഇവർക്ക് തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് എന്നുള്ളത് വനംവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ മുതൽ ജനവാസ മേഖലയിൽ ഈ കാട്ടാനക്കുട്ടി ഉണ്ടായിട്ടും ഇതിന് വേണ്ട നടപടികളൊന്നും തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ശരി, നന്ദു തുടരും. നന്ദുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ് മാസ്റ്റർ കൂടി ടെലിഫോണിൽ അയച്ചിരുന്നുണ്ട്. MLA, ഇതിപ്പോൾ ആശങ്ക കൂട്ടുന്ന ഒരു സാഹചര്യമാണ്. ഈ കാട്ടാനക്കുട്ടി ആളുകൾക്കിടയിലേക്ക് ഓടി വരുന്നൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പേടിപ്പെടുത്തുന്നത് തന്നെയല്ലേ ഇതിപ്പോ എങ്ങനെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാമെന്നാണ് വനംവകുപ്പ് കരുതുന്നത്? എന്തെങ്കിലും സംസാരമോ കൂടി ആലോചനകളോ ഉണ്ടായിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിൽ നിന്നും വിദഗ്ധ സംഘം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽ വെറ്റിനറി ഡോക്ടർ ഇല്ല. വെറ്റിനറി ഡോക്ടർ നാളെ വരും. അതുകൊണ്ട് നാളെ മാത്രമേ മയക്കുവെടി വെക്കാൻ കഴിയൂ എന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ RRT സംഘം ഈ പ്രദേശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗൗരവതരമായി ഈ ഉദ്ദേശം മന്ത്രിയെയും ഫോറസ്റ്റ് അധികാരികളെയും ഇപ്പം ഏതാനും ഒരു മണിക്കൂർ മുമ്പേ DFO ആയിട്ടും സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. പ്രശ്നം വളരെ ഗൗരവമാണ്. ഗൗരവമായി തന്നെ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനനുയോജ്യമായ രൂപത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. MLA, അപ്പോൾ നാളെ തന്നെ ഈ വെറ്ററിനറി ഡോക്ടർ വന്ന ഉടനെ തന്നെ മയക്കുവെടി വെക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് കരുതാം അല്ലേ? ഇന്ന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ലഭ്യമല്ല. നാളെയാണ് വെറ്ററിനറി ഡോക്ടറെ. അത് കഴിഞ്ഞാൽ മയക്കുവെടി വെക്കാനുള്ള അനുവാദമൊക്കെ ആയിട്ടുണ്ട്.
അത് വെക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ കാട്ടാനക്കുട്ടി അവിടെ തന്നെയുണ്ട്. അപ്പോൾ നാളെ മാത്രമേ നടപടികളിലേക്ക് കടക്കൂ എന്ന് പറയുമ്പോൾ ഇന്നൊരു ദിവസം കൂടി ഉണ്ടല്ലോ. അല്ല, ഈ മയക്കുവെടി വെക്കാനുള്ള അനുവാദവും മറ്റു കാര്യങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമല്ല, ഒരാഴ്ചയായിട്ട് ഈ പ്രശ്നമുണ്ട് ആ മേഖലകളിൽ. ഒരാഴ്ചയായിട്ട് പ്രശ്നമുണ്ട്. അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രശ്നം വളരെ ഗൗരവമാണ്. അതെ, അത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ഇത്ര ദിവസമായിട്ടും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു കൃത്യമായ നടപടിയിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് അവരുടെ ഭാഗത്തുനിന്നും വരുന്നത്. ഉദ്യോഗസ്ഥന്മാർ വന്ന് ആനയെ പലതവണ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ ആന വീണ്ടും തിരിച്ചു വരുന്ന സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരെ നന്നായിട്ട് ധരിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ KP കുഞ്ഞമ്മദ് മാസ്റ്റർ പ്രതികരിച്ചതിന്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിച്ചു. അദ്ദേഹം പറഞ്ഞത് ആനയെ നാളെ രാവിലെയാണ് ഡോക്ടർ വന്ന് ആക്കുന്നത്. ടി നന്ദഗോപാൽ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദഗോപാൽ, ഇപ്പോൾ MLA സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് RRT സംഘം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, പക്ഷേ വെറ്ററിനറി ഡോക്ടർ ഇല്ല, അവർ നാളെ മാത്രമേ എത്തുകയുള്ളൂ. അപ്പോൾ നാളെ മയക്കുവെടി വെക്കുന്ന നടപടികളിലേക്കൊക്കെ കടക്കുമെന്നാണ്. പക്ഷേ അപ്പോഴും ഇന്നൊരു ദിവസമുണ്ടല്ലോ. ഇന്നും അവിടെ വലിയ പ്രതിഷേധം തന്നെയല്ലേ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത്? ഇതുതന്നെയാണ് നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തിന് കാരണം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി കാട്ടാനക്കുട്ടി ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആദ്യമൊക്കെ വനം വകുപ്പ് നൽകിയ ഒരു വിശദീകരണം ഇത് ഉൾവനത്തിലേക്ക് പോയി, ഇതിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് ജനവാസ മേഖലയിലേക്ക് എത്തി എന്ന പ്രദേശവാസികൾ വിളിച്ചു പറഞ്ഞിട്ട് പോലും RRTയുടെ ഭാഗത്തു നിന്നൊന്നും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നിപ്പോൾ ഈ കാട്ടാന ജനവാസ മേഖലയിൽ തന്നെയുണ്ട്, കൺവെട്ടത്ത് തന്നെയുണ്ട്. അപ്പോൾ വെറ്റിനറി ഡോക്ടർ നാളെ എത്തുമ്പോൾ പക്ഷേ ഈ ആനക്കുട്ടി വീണ്ടും ഉൾവനത്തിലേക്ക് പോയാൽ നടപടികൾ വഴുകുമെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. ഒരുപക്ഷെ ആരോഗ്യമുള്ള ഒരാളൊക്കെ ഈ കാട്ടാനക്കുട്ടി തട്ടിയിട്ടാൽ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടും. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. പക്ഷേ വൃദ്ധരായ ആളുകളോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഈ കാട്ടാനക്കുട്ടിയുടെ മുന്നിൽ പെട്ടാൽ അത് വലിയ അപകടമുണ്ടാക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് നാട്ടുകാർക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും RRT സംഘം ഈ ആനക്കുട്ടിയെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നു. പക്ഷേ അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ പോലും ഇത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നു, ആളുകൾക്കിടയിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. അപ്പോൾ ആളുകൾക്ക് നല്ല ഭീതിയുണ്ട്, ആളുകൾക്ക് നല്ല ഭയമുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടെത്തണമെന്നുള്ളതാണ് ആവശ്യം. ഏതായാലും ഇവിടെ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പിന്റെ വാഹനമൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് സമീപത്തായി തന്നെ ഈ ആനക്കുട്ടി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിച്ച വിവരം. ശരി, ടി നന്ദഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.